Dear students, നമ്മൾ alternative സീരീസിലെ കൺവേർജൻസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് alternating സീരീസ് എന്താണെന്ന് നോക്കാം. alternating സീരീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം 1 minus 1 by 2 1 by 3 minus 1 by 4 plus 1 by 5 minus 1 by 6 etc. അപ്പോൾ അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും പ്ലസും മൈനസും ആയിട്ട് വരുന്ന സീരീസ് ആണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു ഹാർമോണിക് സീരീസ് കണ്ടായിരുന്നു. 1 + 1 by 2 + 1 by 3 + etc. എന്ന് പറയുന്ന സീരീസിന്റെ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. നമുക്കറിയാം ആ ഹാർമോണിക് സീരീസ്, അതായത് സമ്മേഷൻ n = 1 to infinity 1 by n എന്ന് പറയുന്ന ഹാർമോണിക് സീരീസ് ഡൈവേർജിങ് സീരീസ് ആയിരുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ നമുക്ക് ഈ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് കൺവേർജന്റ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് പഠിക്കാം. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. സീരീസ് ടെസ്റ്റിൽ പറയുന്നത് ലെറ്റ് സീക്വൻസ് എ ആൻഡ് ബി എ സീക്വൻസ് സാറ്റിസ്ഫൈങ്. First condition, A1 greater than or equal to, A2 greater than or equal to, A3 greater than or equal to, etc. An greater than or equal to, An plus 1 greater than or equal to, etc. അതായത് ഒരു മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ് ആണ്. And second one, An tends to 0. Nth term tends to 0 ആയിരിക്കണം. Then the alternating series, summation n equal to 1 to infinity minus 1 the whole raised to n plus 1 an converges. അതായത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻ ആണുള്ളത്. നമ്മുടെ സീക്വൻസ് ഒരു മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ nth ടേം ടെൻസ് ടു 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജസ്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് നോക്കിയറിയാം. A1 ആണ് 1, A2 എന്ന് പറയുന്നത് 1 by 2, A3 1 by 3, A4 1 by 4 etc. അപ്പോൾ അത് മോണോട്ടോൺ ഡിക്രീസിങ് ആണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ഉണ്ട്. Then ഇതിന്റെ nth ടേം എന്ന് പറയുന്നത് 1 by n ആണ്. അത് ടെൻസ് ടു 0 ആണ്, അസെൻഡൻസ് ടു ഇൻഫിനിറ്റി. സോ ദ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് കൺവേർജസ്. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ പ്രൂഫ് പറയുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ വേറൊരു സീരീസ് ഓൾറെഡി ഞാനത് പറഞ്ഞതാണ്. അതായത് summation n equal to 1 to infinity mod an converges, then always our series summation n equal to 1 to infinity an converges absolutely. അപ്പം summation n equal to 1 to infinity an ഉം summation n equal to 1 to infinity mod an ഉം converging ആണെങ്കിൽ നമ്മൾ പറയും converges absolutely. ഇനി summation n equal to 1 to infinity an converge ചെയ്യുകയും എന്നാൽ summation n equal to 1 to infinity mod an converge ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമ്മൾ പറയും that converges conditionally. Conditionally convergent ആണ് പറയും. ഓക്കെ, അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഇതാണ് നമ്മൾ പറഞ്ഞ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് സമ്മേഷൻ n equal to 1 to infinity a എന്ന് പറയുന്ന സീരീസ് ആണിത്. ഓക്കെ, ഈ ഹാർമോണിക് സീരീസ് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. എന്നാൽ ഇതിന്റെ മോഡുലസ് എടുത്ത് നമ്മൾ സം ചെയ്യുന്നു. അതായത് ഇതിന്റെ ഫസ്റ്റ് ടേം ഈസ് 1 minus 1 by 2 1 by plus 1 by 3 minus 1 by 4 etc. ആണ്. ഇതിന്റെ മോഡ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ 1 plus 1 by 2 plus 1 by 3 plus etc. ആണ്. ആ സീരീസ് ഡൈവേർജിങ് ആണ് നമുക്കറിയാം. എന്നാൽ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് നമുക്കറിയാം അത് കൺവേർജന്റ് ആണെന്നറിയാം. അപ്പൊ ഈ സീരീസ് എന്ന് പറയുന്നത് കണ്ടീഷണൽ കൺവേർജന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം നമുക്ക് നോക്കിയാൽ അറിയാം. summation n equal to 1 to infinity minus 1 the whole raised to n plus 1 by n square. ഇതും മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതിന്റെ nth ടേം ടെൻസ് ടു 0 ആണ്. സോ ഇറ്റ് ഈസ് ദിസ് സീരീസ് കൺവേർജസ്. ഇതിന്റെ മോഡുലസ് വാല്യൂ എടുത്താൽ നമുക്ക് കിട്ടുന്നത് 1 by n raised square. 1 by n square എന്ന് പറയുന്ന സീരീസ് ആണ്. summation n equal to 1 to infinity 1 by n square. നമുക്കറിയാം, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ് ആ സീരീസ് കൺവേർജന്റ് ആണ്. സോ നമുക്ക് പറയാം ദിസ് സീരീസ് ഈസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി. ഓക്കെ,
summation n equal to 1 to infinity minus 1 raised to n plus 1 by n square converges absolutely. ഇവിടെ നമുക്ക് പറയാം summation n equal to 1 to infinity minus 1 raised to n plus 1 by n converges conditionally. Okay, അപ്പോൾ മോഡുലസ് വാല്യൂവിന്റെ സമ്മേഷൻ വരുന്നത് കൺവേർജ് ആണെങ്കിൽ കൺവേർജസ് അബ്സല്യൂട്ട്ലി, അത് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറയും കൺവേർജസ് കണ്ടീഷണലി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ പ്രൂഫ് ഇല്ല, അതുകൊണ്ട് ഞാൻ വേറെ പ്രൂഫ് പറയാം. Alternating series test, let A and B a sequence satisfying A1 greater than or equal to A2 greater than or equal to etc. An greater than or equal to An plus 1 etc. and sequence An tends to 0 as n tends to infinity. Then the alternating series summation equal to 1 to infinity minus 1 the whole raised to n plus 1 An converges. നമുക്ക് ഇതിന്റെ ഒരു സബ്സീക്വൻസ് എടുക്കാം. സബ്സീക്വൻസ് ഇങ്ങനെയാണ് എടുക്കുന്നത്. S2n ഈക്വൽ ടു A1 മൈനസ് A2 A3 മൈനസ് A4 സബ്സീക്വൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് പാർഷ്യൽ സം ആണ്. എസ് നമുക്ക് അറിയാം നൊട്ടേഷൻ. S2 എന്ന് പറഞ്ഞാൽ 2n വരെയുള്ള പാർഷ്യൽ സംസ് ആഡ് ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അതിനെ ഒന്ന് ബ്രാക്കറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. A1 മൈനസ് A2 A3 മൈനസ് A4 പ്ലസ് A5 minus A6 etc. plus A2n minus 1 minus A2n. നമുക്കറിയാം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സീരീസ് ഡിക്രീസിങ് സീക്വൻസ് ആണ്. സോ ഓൾവേസ് AK മൈനസ് AK പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ പാർഷ്യൽ സംസ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസിങ് ആയിരിക്കും. ഇവിടെ 2n ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ദിസ് പാർഷ്യൽ സം ഈസ് ഓൾവേസ് ഇൻക്രീസിങ് എന്ന് പറയുന്നത്. അതായത് A1 എടുത്തു, അടുത്തത് നമ്മൾ A1 മൈനസ് A2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പ്ലസ് A3 മൈനസ് A4 A3 ഗ്രേറ്റർ ദാൻ A4 ആണ്, അപ്പോൾ A3 മൈനസ് A4 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പിന്നെ എക്സെട്ര. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇതിന്റെ പാർഷ്യൽ സംസ് ഇൻക്രീസിങ് ആണ്. അല്ലാതെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പാർഷ്യൽ സംസ് ഇൻക്രീസിങ് ആവണമെന്ന് നിർബന്ധമില്ല. കാരണം A1 പിന്നെ A1 നിന്ന് A2 പോകുമ്പോൾ വീണ്ടും കുറയുന്നു, പിന്നെ കൂടുന്നു, പിന്നെ കുറയുന്നു, അങ്ങനെ വരും. അങ്ങനെ അല്ല നമ്മൾ എടുക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. S2n ആയിട്ടാണ് എടുക്കുന്നത്. അതിനാണ് ഞാൻ ആദ്യമേ ബ്രാക്കറ്റ് ചെയ്ത് കാണിച്ചത്. A1 മൈനസ് A2 ഈസ് പോസിറ്റീവ്, A3 മൈനസ് A4 ഈസ് പോസിറ്റീവ്. ദെൻ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇത് പാർഷ്യൽ സംസ് ഈസ് ഇൻക്രീസിങ്. ഈ S2n തന്നെ ഞാൻ വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്തു. A1 മൈനസ് ഓഫ് A2 മൈനസ് A3. അപ്പം ഇതും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്കറിയാം A1 മൈനസ് A2 പ്ലസ് A3. ഓക്കെ, അപ്പോൾ അടുത്തത് മൈനസ് ഓഫ് A4 മൈനസ് A5 എക്സെട്ര മൈനസ് A2n മൈനസ് 2 മൈനസ് A2n മൈനസ് 1, ലാസ്റ്റ് ടേം മൈനസ് A2n. അപ്പം നമുക്കറിയാം A2 മൈനസ് A3 ഈസ് പോസിറ്റീവ്, A4 മൈനസ് A5 ഈസ് പോസിറ്റീവ്. കാരണം കണ്ടീഷൻ ഇങ്ങനെയാണ്. A4 is greater than A5, A2 is greater than A3 etc. അപ്പം ഈ S2 എന്ന് പറയുന്നത് A1 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാം this partial sums sequence S2n A1 കൊണ്ട് നമുക്ക് ബൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർഷ്യൽ സംസിന്റെ സീക്വൻസ് ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് ബൈ A1. അതോടൊപ്പം തന്നെ നമ്മുടെ സീക്വൻസ് നമുക്ക് പറഞ്ഞു ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ മോണോട്ടോൺ സീക്വൻസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. സോ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഈ പാർഷ്യൽ സംസിന്റെ സീക്വൻസ് ആയ S2n കൺവേർജസ്. കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ആണ് S. ഓക്കെ, അപ്പൊ S2n എന്ന് പറയുന്ന നമ്മുടെ സബ്സീക്വൻസ് എസിലേക്ക് കൺവേർജ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് S2n എന്ന് പറയുന്ന സബ്സീക്വൻസ് മാത്രമല്ല, എല്ലാ സബ്സീക്വൻസും എല്ലാ പാർഷ്യൽ സംസിന്റെ സീക്വൻസും കൺവേർജ് ചെയ്യണം, ഈ എസിലേക്ക് തന്നെ കൺവേർജ് ചെയ്യണം. Okay, next we have to show that the entire sequence Sn converges to S. Let if epsilon greater than 0, capital K belongs to n such that n greater than or equal to K, ഇവിടെ n greater than or equal to ഒക്കെ ഉണ്ട്. നിങ്ങൾ just equal to ഇട്ടാൽ ഞാൻ പറയുന്നതനുസരിച്ച് ശ്രദ്ധിച്ചിടുക. Then
mod S2n minus S is less than epsilon by 2. കാരണം S2n is converges to S ആയതുകൊണ്ട് നമ്മൾ epsilon by 2 എടുത്തു. then അതോടൊപ്പം നമ്മളോട് സെക്കൻഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട് end term tends to 0. അപ്പോൾ നമുക്ക് mod A2n plus 1 is less than epsilon by 2 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം n greater than equal to k. അപ്പോൾ നമ്മൾ രണ്ടും greater than ഇട്ടുകൊണ്ട് അങ്ങനെ ഓക്കെ. mod S2n plus 1 minus S equal to S2n plus 1. ഇവിടെ S2n ഇല്ല, S2n plus 1 ഇല്ല, S2n. ഓക്കെ, ഈ S2n plus 1 എന്നുള്ളതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. S2n plus A2n plus 1 minus S. കാരണം പാർഷ്യൽ സം S2n plus 1 എന്ന് പറയുമ്പോൾ S2n ന്റെ കൂടെ A2n plus 1 ടേംസ് ആഡ് ചെയ്യും. Again this one is less than by or equal to triangle inequality ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. S2n minus S plus mod A2n plus 1. ഇവിടെ നമ്മൾ S2n minus S is less than epsilon by 2 and A2n plus 1 is less than epsilon by 2. So this one equal to epsilon. Therefore, every partial sums of an odd number of terms is also within the neighborhood of epsilon as n is large. അപ്പോൾ ഇവിടെ നമ്മൾ epsilon greater than 0 എന്ന് പറയുന്നത് ആർബിട്രറി ആണ്. സോ ദ സീക്വൻസ് Sn കൺവേർജസ്. സീക്വൻസ് Sn പാർഷ്യൽ സംസിന്റെ സീക്വൻസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ സമ്മേഷൻ സീരീസ് കൺവേർജ് ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കൺവേർജസ് ടു S. സോ summation n equal to 1 to infinity minus 1 the whole raised to n plus 1 an converges. Okay, thank you.